ഞങ്ങളെല്ലാവരും കൂടി മുത്തപ്പൻ ഉത്സവത്തിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരൊക്കെ പോവുകയാണ്. Hi Dad, kalla chopingalo. Vaave adu. Kanula. Kanula. Annilla, nammal varunnattilla. Kanula. Kani? Kani. Hey Ansri. ബാംഗ്ലൂർ നമ്മൾ എന്തിനാ വന്നേ? ബാംഗ്ലൂർ നമ്മള് ശ്രീ മുത്തപ്പൻ സേവാ സമിതിയുടെ ഒരു അതായത് അനുശ്രീയുടെ മാമനൻ ഒരു അമ്പലത്തിന്റെ ഒരു പരിപാടിയാണ്. തിരുവപ്പന ഉത്സവം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് ഒരു 10-15 ആൾക്കാർ ഒപ്പരം വന്നതാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അവിടത്തേക്ക് പോകും. അപ്പോൾ നമുക്കൊന്ന് ചുമ്മാ ഒന്ന് മോർണിംഗ് വാക്കിന് പോയിട്ട് വരാം. ശരിക്കും നമ്മൾ ഈ ബാംഗ്ലൂരൊക്കെ എത്തിയത് അനുശ്രീയുടെ മാമൻ, അനുശ്രീയുടെ അമ്മയുടെ മൂത്ത ആങ്ങള ബാബു മാമൻ വിളിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അവർക്ക് ഇവിടെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിനോടൊപ്പം തന്നെയുള്ള ഒരു വീടുണ്ട്. അങ്ങനെ അവർ മൊത്തമായിട്ട് ഫാമിലി ഇവിടെ സെറ്റില്ല. അപ്പോൾ അവരാണ് ഈ മുത്തപ്പൻ പരിപാടികളെല്ലാം ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അനുശ്രീയുടെ നമ്മുടെ രണ്ടാമത്തെ ആങ്ങള പ്രകാശ് മാമൻ അവരുണ്ട്. അവർ പക്ഷേ നാട്ടിലാണ്. പക്ഷെ അവരും ഈ സമയത്ത് ഇവിടെ നേരത്തെ വന്ന് എല്ലാ കാര്യങ്ങളും നോക്കും. അങ്ങനെ അവർ ക്ഷണിച്ചിട്ടാണ് നമ്മളിവിടെ എത്തുന്നത്. എൻ്റെ കല്യാണത്തിന് ശേഷം രണ്ടാമത്തെ പരിപാടിയാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഈ പരിപാടിക്ക് വരുന്നത്. നമ്മൾ പരസ്യക്കടവ് അങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോയിട്ടൊന്നല്ലാതെ ഇതുവരെ ഇത് എക്സ്പീരിയൻസ് ചെയ്തില്ല. ഇത് ശരിക്കും 2 ദിവസത്തെ പരിപാടിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി നാളെ ഫുൾ ഡേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. വഴിയെ കാണാം ബാക്കി കാര്യങ്ങൾ. ശരവന്റെ ബർത്ത്ഡേ തന്നെ ബോഗൻവില്ല. കോലം പോട്ടിരിക്കേ നൈസ് അല്ലേ? ഒരു ആസ്തെറ്റിക് വ്യൂ ഇല്ലല്ലേ? നമ്മളെ നാട്ടിലെന്താ കോലമൊന്നും ഇല്ലാത്ത? നമ്മളെ നാട്ടിൽ ഇതിന് പകരം എന്താ? അതുകൊണ്ടാ ഇവിടെ എല്ലാ വീട്ടിലും കോലമുണ്ട്. നമ്മളെ നാട്ടിലെ ഓണത്തിന് പൂവിടും അല്ലേ? അതല്ലേ? ഇത് ശരിക്കും അരിപ്പൊടിയല്ലേ സാധനം? അരിപ്പൊടി കൊണ്ടിടും. ചെറിയ ആൾക്കാർ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ കളറിന്റെ അതുകൊണ്ടിടും. ഇതെന്തിനാ? ഐശ്വര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? അത് ഓരോരുത്തർ ആചാരം. ഇവിടെയുള്ള ബാംഗ്ലൂർ, ചെന്നൈ, ഓരോ ദേശം ഓരോ ആചാരമാണല്ലോ. എന്താ അവിടെ ഉണ്ട്. ഓരോ വീട്ടിലും കോലം. നൈസ്. ബാംഗ്ലൂരിലത്തെ ക്ലൈമറ്റ് ഇപ്പം നല്ല അധികം വെയിലുമില്ല, അധികം തണുപ്പില്ല, ഒരു നോർമൽ. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് വെയിൽ വരുമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. നോക്കാം. ഇതിപ്പോൾ രാവിലെ ആയിക്കേ ഉള്ളൂ. രാവിലെ ഒരു 8:30. ഈ സമയം നല്ല കൂൾ ആൻഡ് കാം. ഇതാണ് മാമൻ്റെ, ഞാൻ പറഞ്ഞത് അനുശ്രീയുടെ അമ്മയുടെ ഏട്ടൻ്റെ ഷോപ്പ്. ഇവിടുത്തെ ഇതിൻ്റെ പുറകിലായിട്ടാണ് അവരുടെ വീടും വരുന്നത്. എന്താ ഗ്ലാമർ!
ನೀನು ಹೆಸರೇನು? ഇതാണ് ഇന്ന് പ്രോഗ്രാം നടക്കുന്ന സ്ഥലം. എൻട്രി ഗേറ്റാണിത്. ഏകദേശം നല്ലൊരു എമൗണ്ട്, നല്ലൊരു തുക ചിലവാക്കിയിട്ടുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ മുത്തപ്പൻ്റെ കൊടിയേറ്റത്തിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. അപ്പോൾ അവിടെ നേരെ സെൻറ്ററിൽ കാണുന്നതാണ് മുത്തപ്പൻ്റെ സന്നിധി. അവിടെ നിന്ന് ഈ ഒരു ഭാഗത്തോട്ട് വന്നാൽ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. ജീജു ഉണ്ട് അവിടെ. ഹായ് ശോഭ. ഹായ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റാളുകൾ മാത്രമാണിത്. ഓഫ്, ഇത് ഗ്രാൻഡ്. അങ്ങനെ നമ്മൾ ശ്രീ മുത്തപ്പ സേവാ സമിതിയുടെ തിരുവപ്പന നടയിലേക്ക് എത്തിയിരിക്കുകയാണ്. രാവിലെ മുഴുവൻ ഇവിടെ വന്ന് ഒരുപാട് വർക്കും കാര്യമൊക്കെ ഉണ്ട്. എല്ലാവരും കുളിച്ച് ഫ്രഷായി ഇതൊക്കെ ഇതിന് സ്പോൺസർഷിപ്പ് ചെയ്ത്. പിന്നെ രാവിലെയെല്ലാം നല്ല പണിയാണ് ഇവിടെ, രക്ഷയില്ലാത്ത പണിയാണ്. ഇതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തതാണ്. അതിലേക്കുള്ള വരവ് ഇതൊരു പ്രത്യേക തരം വരവാണ്. അത്രയും ആൾക്കാർ പങ്കെടുത്തുകൊണ്ടുള്ള ഇതിൻ്റെ ക്ഷേത്ര സന്നിധിയിലേക്ക്. മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവപ്പന മഹോത്സവം കലയോടുകൂടി ഉത്സവമാക്കി തീർക്കുക. കൃത്യസമയത്തിന് തന്നെ വേദിയിൽ നൃത്തസാധനയുടെ മതപ്രസാദം താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി കടന്നു വരും. Let's give it up for Lakshmi Gopala Swami ma'am, everybody.
ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഒരുപാട് ഐറ്റം ഒന്നും ഇല്ലെങ്കിലും ഉള്ള ഐറ്റമൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല ഫുഡായിരുന്നു. നല്ല കേരള ഫുഡ് തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. അങ്ങനെ ഡേ 2 ബാംഗ്ലൂർ. നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും പോയി. പക്ഷെ നമുക്ക് സമയം ലേറ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ നേരെ അമ്പലത്തിലേക്ക് ബാക്കി നമുക്ക് അമ്പലത്തിലെത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. ശ്രീ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. നേരെ പോയി ഫുഡ് കഴിച്ച് വീണ്ടും വീട്ടിൽ വന്ന് കിടന്നു പോകും. നോക്കട്ടെ അവിടെ എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടിട്ട് സെറ്റാക്കാം. ഇവിടുത്തെ ആൾക്കാരെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ കേൾപ്പിക്കാതെ. ഏയ് കുക്കു. അപ്പോൾ ഗൈസ് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഭയങ്കര തിരക്കാണ്. പക്ഷേ ഒരു ട്രിപ്പിൽ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഫുഡ് കഴിച്ച് പോകുന്നത്. നല്ല സ്പീഡിൽ ക്യൂ നീങ്ങുന്നുണ്ട്. ഈ ഭക്ഷണശാലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒറ്റ പന്തിയിൽ തന്നെ നമുക്കൊരു 1000 ആൾക്കാർക്ക് വരെ ഇരുന്ന് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൾക്കാർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്. പിന്നെ കാറ്ററിംഗ് സർവീസൊക്കെ നല്ല ബെസ്റ്റ് സർവീസിലാണ് അവർ ഇതാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ടേസ്റ്റ് ഉണ്ടോ? കേരള ഫുഡ് പോലെ ഉണ്ടോ? കേരള ഫുഡ് എന്നാ പുതിയൊരു ഐറ്റം ഞാൻ ടേസ്റ്റ് ചെയ്യാം. എന്നാ സംഭവം മനസ്സിലായില്ല. ഇപ്പം നമുക്ക് സദ്യ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇല ഇങ്ങോട്ടേക്ക് മടക്കണം. യെസ്, അങ്ങോട്ടേക്ക് മടക്കിയാൽ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇങ്ങോട്ടേക്ക് മടക്കിയാൽ ഇഷ്ടപ്പെട്ടു. അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് എങ്ങനെയുണ്ടേനു? പായസം കിട്ടില്ലല്ലേ? പ്രിയ പായസ ടേസ്റ്റ് നോക്കിയൊക്കെ അടിപൊളിയാ. വാട്ടവരത്തെ പായസം ആഡ് പപ്പടം അടിപൊളി. പാൽപ്പായസവും പപ്പടമാ. ആദ്യമേ ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത് എൻ്റെ ആദ്യത്തെ കമ്പനി ഇൻഫോസിസിൽ നിന്നാണ്. അപ്പം മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്നു. പക്ഷെ അന്ന് വന്നതിന് ശേഷമാണ് ഇത് ഇത്രയും ബാംഗ്ലൂരിൽ വെച്ച് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു
ഇത്രയും ആളുകൾക്ക് അന്നദാനവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഇത്രയും വലിയൊരു സംഭവമാണെന്ന് മനസ്സിലായതിനു ശേഷമാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി ഒരു പ്രാവശ്യം പോലും മിസ്സാക്കാതെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, ഇവിടെ വരണം. അടുത്ത വർഷം മുതൽ ഫെബ്രുവരിയിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ എല്ലാവരോടും ശ്രീ മുത്തപ്പൻ തിരുമഹോത്സവത്തിന് പങ്കെടുക്കുന്ന അപേക്ഷിക്കും. നമ്മളെ ഫാമിലിന്റെ ഡോട് വരുന്നുണ്ട്. ഇതൊക്കെ മാമൻ്റെ മോള് വരച്ച ചിത്രങ്ങളാട്ടോ. ഇതാണ് ആ ഒരു ആർട്ടിസ്റ്റ്. എപ്പോഴും ഇല്ലെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ അത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഓർമ്മകളുടെയും ഒരു ആഘോഷമാക്കി ഞങ്ങളങ്ങ് മാറ്റും. പണ്ടാരോ പറഞ്ഞതുപോലെ ഫാമിലി ഡസൻറ്റ് ഹാവ് ടു ബി പെർഫെക്റ്റ്, ഇറ്റ് ജസ്റ്റ് നീഡ് ടു ബി യുണൈറ്റഡ്.